ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ്, നോക്കൂ, നമ്മളിപ്പോൾ ഗ്രീസിലാണ്. നമുക്കുണ്ടല്ലോ ഈ കണ്ടോ ബാസടിച്ചു ഗൈസ്, രണ്ടുപേർക്കും നല്ല പനി എന്ന് വെച്ചാൽ നല്ല പനി, നല്ല ചുമയാട്ടോ. തിരിച്ചിങ്ങനെ ഇങ്ങനെ അല്ലടാ, നേരെ ഇപ്പുറത്തോടെ എന്നിട്ട് ഇത് ഇപ്പുറത്തോടെ. ഓക്കെ, സക്സസ്, സംഭവം റെഡി. ആ ഗൈസ് നോക്കും, നമ്മൾ ഈ എടുത്താക്കുന്ന റൂം ഉണ്ടല്ലോ 3300 രൂപയ്ക്ക് ഏജൻസിൽ കിട്ടിയ റൂമാണ്. ഞാൻ trip.com നോക്കിയിട്ട് അഗോഡ വഴിയാണ് ബുക്ക് ചെയ്തത്. അഗോഡ ഭയങ്കര പൈസയായിരുന്നു. trip.com വഴി ബുക്ക് ചെയ്തും വലിയ കുഴപ്പമില്ല. ഇവിടെ ഹീറ്ററും അതുപോലെയുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഒന്നുകൂടി തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ ഹീറ്റർ ഉണ്ട്. പിന്നെ യൂറോപ്പിലെ തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ രാജ്യത്തിൽ ഒരു രാജ്യമാണിത്. ഗൈസ് നോക്കൂ, ഫൈനലി അത്ര വലിയ സെറ്റപ്പ് അല്ല എങ്കിലും നമ്മളെ സംബന്ധിച്ച് ഊട്ടിയാണ്. ചാർജിങ് ഒക്കെ ഇതേപോലത്തെ സംഭവം ഇട്ടൊക്കെ ആട്ടോ ചെയ്തത്. അതായത് ഇവിടെ വരാനായിട്ട് യൂറോപ്യൻ ടൈപ്പ് സാധനങ്ങളൊക്കെ കിട്ടുവാണ് ചാർജ് ചെയ്യാൻ വേണ്ടി. ഒരു റൂമിൽ ഒരു ഭാഷ കുത്തി വെക്കുന്ന ഒരു സാധനം കാണും. ആകെ ഇത് മാത്രമേ ഉള്ളൂ പ്ലഗ്. ഇവിടെ കസാര ഇട്ട് ഇവിടെ നിന്നാണ് പിന്നെ സംഭവമൊക്കെ സെറ്റ് ചെയ്ത് ആക്കൾ എടുക്കട്ടെ. നേരെ ഇറങ്ങും കേട്ടോ. അങ്ങനെ തന്നെ അല്ലേ? ഇത് തന്നെ ഒരു പെട്ടിക്കൂട് പോലത്തെ റൂമാട്ടോ. ഇന്നലെയൊക്കെ ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കാർച്ചൊക്കെ കേൾക്കാട്ടോ. പൈസ കുറവായതുകൊണ്ട് ലോക്കായി. നോക്കി അടയ്ക്കണോ? ഇല്ല, ലോക്കായി. റൂമ് ലോക്കാണ്. കാരണം ഇവർ താഴെ പോയിട്ട് ഒരു അപ്പാപ്പൻ കേട്ടോ, ഭയങ്കര കോമഡി അപ്പാപ്പൻ. ചായക്ക് 2 യൂറോ, അതായത് 200 രൂപ. ബിയറിന് പൈസ കുറവാണല്ലോ, അതിന് 2 യൂറോ ഉണ്ടല്ലോ. അങ്ങോട്ട് വാ ഗൈസ്. ചായക്ക് 2 യൂറോ, ഒരു ഗ്ലാസ് ബിയറിന് 2 യൂറോ, ജ്യൂസിന് 2 യൂറോ. അതിപ്പോൾ ഇവിടെ ബേസിക് റേറ്റ് എല്ലാം 2 യൂറോ കേട്ടോ. മദ്യത്തിന് 4 യൂറോ. ഇതെന്നാ സംഭവം? ജ്യൂസാണോ? അതിന് 4 യൂറോ. ഈ 1 യൂറോ എന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നത് 93 രൂപ എങ്ങാണ്ടുണ്ട് ഇന്ന്. ഉള്ളു പുഷ് ചെയ്തിട്ട് അടയ്ക്കാം. സിമ്പിൾ. ടെക്നോളജിയിലൊക്കെ ഒരു മാറ്റം. എല്ലാവരും കുളിഞ്ഞ് നോക്കുന്നുണ്ട്. എല്ലാം പോവോ? തൽക്കൊല്ലം നമ്മുടെ ആണോ? ഇനി ഇടിക്കൂട്ടിലേക്ക് ഇവനെ വേറെ കാര്യമുണ്ട്. നമ്മൾ ഓർക്കും ഇവരാണ് ഏറ്റവും കൂടുതൽ പാവുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രശ്നം ഇങ്ങനത്തെ രാജ്യങ്ങളിലാണ്. അതെ, സത്യമല്ലേ? ഇടിക്കൂട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാ. ഇതാകുമ്പോ ഇല്ലേ കറക്റ്റ് ഒരാൾക്ക് പോകാനുള്ള സ്ഥലമുള്ളൂ. ഇടിക്കൂട് എന്റെ പൊന്നെ, ഇതിനും പറ്റി ഇതൊന്നുമില്ല. ഇതാണ് ഇതിന്റെ വാതിൽ കേട്ടോ. ആകെ 2 ആകെ 2 പേർക്ക് കഷ്ടി ഇഷ്ടി നിൽക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ 3300 രൂപയ്ക്ക് വേണ്ടി ഒരു ഹോട്ടൽ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പാടാം. ഇവിടെ ബേസിക് ആയിട്ട് 20-25,000 രൂപയ്ക്കാണ് എയർപോർട്ടിനകത്ത് ഏറ്റവും ചെറിയ പൈസ. 15,000 അത്രയൊക്കെ വരും കേട്ടോ. നമ്മൾ സീറോയിലേക്കാണ് പോകുന്നത്. ദൈവമേ, കാണുമ്പോൾ തന്നെ പേടിയാവും കേട്ടോ. എത്തിട്ടോ ആണ് ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിലെ ലോബി കേട്ടോ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട് രാത്രിയിൽ. പിന്നെ അതേപോലെ വേറെ സംഭവമുണ്ട്. എൻ്റെ സംഭവം എന്നറിയാമോ? ഞങ്ങളുടെ താക്കോൽ അവർ മേടിച്ചു കേട്ടോ. സെക്യൂർ ആയിരിക്കും, എനിക്കറിയത്തില്ല. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഹോട്ടലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ കേട്ടോ. പക്ഷേ ഉള്ളൂ ഒരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ട കാറ് ഈ കാണുന്ന സ്വിഫ്റ്റ് ആട്ടോ. മാരുതിയുടെ വണ്ടി ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്വിഫ്റ്റ് ആണെന്ന് തോന്നുന്നത്. പഴയ വണ്ടികളിൽ ഏറ്റവും കൂടുതൽ ഇവർ ഉപയോഗിക്കും. ഗൈസ്, പുതിയ വണ്ടി ഉണ്ടല്ലോ പിന്നെ ഇഷ്ടം പോലെ സ്വിഫ്റ്റ് ഉണ്ട്. ഞങ്ങൾ നേരെ അങ്ങനെ ഏതൻസിൻ്റെ ഈ കാണുന്ന ഒരു സ്ട്രീറ്റിലേക്ക് ഞങ്ങൾ നടന്നിറങ്ങോട്ടെ. ഇവിടെയൊക്കെ ഈ വരകൾ ഈ യൂറോപ്പിൽ എല്ലാ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞിട്ട്. ഞാൻ വിചാരിച്ചു യൂറോപ്പ് ഇങ്ങനെയല്ലായിരുന്നു. സത്യമായിട്ട് എനിക്കും അതെ. ഈ കാണുന്നൊക്കെയാണ് ഇതിന്റെ സ്ട്രീറ്റ് ഭാഗങ്ങള്. സായിപ്പ് പറഞ്ഞ നമ്മുടെ അവിടെ ഭയങ്കര ഡേറ്റിയാണ്. എല്ലാവരും പൈസ ഇങ്ങനെ വഴിക്കൂടെ എല്ലാം ചോദിക്കും. അപ്പം ഏറ്റവും കൂടുതൽ നമ്മളെ ഇന്ത്യയിലേക്കാളും കണ്ടത് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങൾ കിടപ്പുണ്ട്. യൂറോപ്പ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ വലിയ വ്യത്യാസം ഇത് കണ്ടോ. ഇഷ്ടം പോലെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇവിടെയും കിടപ്പുണ്ട്. പിന്നെ വേറെ സംഭവം ഉണ്ട്, ട്രെയിനിൽ ഭിക്ഷാടനം ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നലെ ഞങ്ങൾ കണ്ടായിരുന്നു. ഇതൊക്കെയാണ് വഴി സൈഡിലുണ്ട് ഭിക്ഷാടനം. സായിപ്പ് ഇവിടെ കാണാതെ വന്നതെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. ഇതിലും നമ്മുടെ ഇന്ത്യ തന്നെ കേട്ടോ. ഇതൊക്കെ ആൾക്കാർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ്. കൈ ചൂണ്ടരുത് കേട്ടോ. ഇവിടെ കൈ ചൂണ്ടുന്നവർക്ക് താല്പര്യമില്ല. കൈസ് ഏതൊക്കെയോ അത് മസ്തയാടാ കൈസ്. ഇതൊക്കെ ഇതിന്റെ അപ്പാർട്ട്മെന്റ് ഏരിയകളാണ് കേട്ടോ. അതായത് കൺജസ്റ്റഡ് അല്ല. പിന്നെ ഹോണടിയൊക്കെ എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമൊന്നുമില്ല. ഇവിടെ കണ്ടോ, ഇവിടെ ഉണ്ട് ഹോണടിയൊക്കെ. നമ്മുടെ നാട്ടിൽ ഇച്ചിരി കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ഇത് അണ്ടർ ആർമറിന്റെ ഒക്കെ സാധനമുണ്ട്. ഇവിടെയൊക്കെ എന്നാ വില? ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്താലോടാ ഗൈസ്. ഇതിലെയാണ് ഞങ്ങൾ നടക്കാൻ അല്ലേ. എല്ലാം അണ്ടർ ആർമർ കേട്ടോ. 38,000 രൂപ വിലയാ പണ്ടാരം ഷൂവിന്. 2-3 വർഷമായി മേടിച്ചിട്ട്. ഇതുണ്ടോ ഈ കാണുന്ന ഇവിടെ നിന്ന് ഇങ്ങനെ മറ്റേ ഈ ഇലക്ട്രിക്കൽ പിന്നെ ട്രെയിൻ പോലത്തെ സാധനമോ ഇലക്ട്രിക്കൽ ബസ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ.
ഈ കാണുന്ന കടകളില്ലേ, ഈ കാണുന്ന കട ഇത് ഫുള്ള് പാകിസ്ഥാനികൾ, ബംഗ്ലാദേശികൾ, ഇന്ത്യക്കാർ ഇതുപോലുള്ളവരാണ് ഈ കാണുന്ന കടകൾ ഏറ്റവും കൂടുതൽ നടത്തുന്നത്. ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇതുണ്ടോ, ഇത് ഇവിടെയൊക്കെ കടയുണ്ട്. ഇതൊക്കെ പാകിസ്ഥാനികൾ, ഇന്ത്യക്കാരൊക്കെയാണ് ഈ കാണുന്ന കടകളുണ്ട്. ഇത് ബസ് സ്റ്റോപ്പാണ്. സത്യം എല്ലാം പബ്ബ് അതുപോലെയുള്ള സംഭവങ്ങൾ, പരിപാടികളൊക്കെയാണ് ഇവിടെ ഉള്ളവർ. ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത്. അങ്ങോട്ടൊക്കെ പോയി കിട്ടില്ല ബിൽഡിംഗ് ഉണ്ട്. നമുക്ക് ആദ്യം ടൗൺ ആയതുകൊണ്ടാണോ ഇങ്ങനെ നമുക്ക് അറിയത്തില്ല. നമ്മൾ ഗ്രാമപ്രദേശത്തോട്ട് പോയിട്ടില്ല. ഒരു രാജ്യത്തിന് രണ്ടായിരിക്കും. അതായത് ഗ്രാമപ്രദേശം വേറെ ആയിരിക്കും, ടൗണ് വേറെ ആയിരിക്കും, അല്ലേ? അതെ. അണ്ടർ ആർമറിന്റെ ഒറിജിനൽ അണ്ടർ ആർമറിന്റെ ഷോറൂം അല്ല കേട്ടോ, ഒരു ഔട്ട്ലെറ്റ് പോലെയാണ്. എല്ലാ സാധനവും മിക്സ് ആയിട്ട് കിട്ടും, അല്ലേ? അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ ബ്രാൻഡഡ് സാധനങ്ങൾക്ക് ഇച്ചിരി വില കുറവാണല്ലോ. ബ്രാൻഡഡ് സാധനം നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് ബ്രാൻഡഡ് സാധനങ്ങൾക്ക് അത്യാവശ്യം വിലക്കുറവുണ്ട് കേട്ടോ. ഇവിടെ ഇതുണ്ട്, ഈ നിൽക്കുന്നൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇന്ത്യക്കാരാട്ടോ, ബംഗ്ലാദേശികളാണ് ഈ നിൽക്കുന്നത്. ഈ കടയൊക്കെ ബംഗ്ലാദേശിയുടെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് 2 തൊപ്പി മേടിച്ചു. ഇവിടെ യൂറോപ്പിൽ അങ്ങനെ യൂറോപ്പ് വന്നിട്ട് ഒന്നും മേടിച്ചില്ലെന്നോ, 2 തൊപ്പിയെങ്കിലും മേടിച്ചു അല്ലേ? അല്ല പറയും. അതെ, ഇത് ഈ കാണുന്നൊക്കെ പിന്നെ ഓരോ ഇതൊക്കെ ബംഗ്ലാദേശാന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കേട്ടോ. നിനക്ക് എന്നാ തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശ്, പാകിസ്ഥാന്, ഇന്ത്യക്കാര് ഇവിടെ വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ കടയില്, സൂപ്പർ മാർക്കറ്റ് ഒക്കെ. ഇതൊക്കെ നോക്കിയേ, ഇതൊക്കെ അപ്പാർട്ട്മെന്റ് ഏരിയകളാട്ടോ. ഇഷ്ടംപോലെ പഴയ വാഹനങ്ങളൊക്കെ കാണാം. ഇതൊക്കെ അപ്പാർട്ട്മെന്റ് ഏരിയയിലൊക്കെ ഇതേപോലെ വരച്ച് കുറിച്ചിട്ടേക്കും എല്ലാ വശത്തും. ഇതേ പോളോ എന്തോ ചെയ്യാനാ വീഡിയോ എടുക്കാൻ അറിയുന്നത്, പക്ഷെ വണ്ടി വീഡിയോ ലാസ്റ്റ്. അതാണ് വിഷയം. ഞാൻ എപ്പോഴും നല്ല വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങും, ലാസ്റ്റ് വണ്ടി വീഡിയോ കേട്ടോ. ഇത് ഹോണ്ടായി i20 പഴയതാ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് എമിറേറ്റ്സും കാര്യങ്ങൾക്കൊന്നും വലിയ പ്രശ്നമില്ല. ഇമിഗ്രേഷൻ നമ്മൾ സാധാരണ ദുബായിൽ അവിടെ എവിടെയും ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പിടിച്ച് ചോദ്യം ചെയ്യില്ലേ, നിങ്ങൾ എന്തിനു വന്നാണ്, എവിടെ വന്നാണ്, എന്തിനാണ് വന്നത്, പണിയെടുക്കാനാണ്. ഇവിടെ അങ്ങ് ചോദ്യമൊന്നുമില്ല, നേരെ പെട്ടെന്ന് അടിച്ച് ചാമ്പടിച്ച് തരും കേട്ടോ. വേറൊരു കേസുണ്ട്, അതായത് ഇതിലെ നടക്കാൻ ഇതേ ക്യാസിനോസാ, ചെറിയ ചെറിയ ക്യാസിനോകൾ കേട്ടോ, പൈസ ഇട്ട് കളിക്കുന്ന ക്യാസിനോ ഞാൻ കണ്ടത്. ഇവിടെ അങ്ങനത്തെ കുറച്ച് ഏരിയകളൊക്കെ ഉണ്ട്. ഞാനൊരു ഗായ്സ് പറയാൻ പറഞ്ഞു, ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആട്ടോ, അങ്ങനെ വേർക്കത്തൊന്നുമില്ല. എങ്ങനെയുണ്ട് ഗായ്സ് ഞങ്ങളുടെ പുതിയ ടീഷർട്ട്? മഞ്ഞക്കിളികളായില്ലേ ഞങ്ങൾ? എങ്ങനെയുണ്ട് ലിവിനെ? കാശൊന്നും നോക്കിയില്ല. ഇതെന്നാടാ എൻ്റെ അമ്മ വാട്ടർ മില്ലന്റെ വലിപ്പം നോക്കിയേ, എന്നാ വലിയ വാട്ടർ മില്ലനാടാ. ഇതൊക്കെ എനിക്കൊന്ന് എവിടെയെങ്കിലും കൃഷിഭൂമിയിൽ നിന്ന് വന്ന വാട്ടർ മില്ലനൊക്കെ ആയിരിക്കുമല്ലോടാ. അങ്ങനെയുള്ള സാധ്യത എനിക്ക് കൂടുതൽ. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കണം, ഈ ക്രോസ് ചെയ്യാൻ നേരത്തെ ഇവിടുത്തെ സിഗ്നലുകളൊക്കെ നോക്കും. ഇതൊക്കെ ആൾക്കാർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ഏരിയകളാട്ടോ. പാർക്കിംഗ് ഒക്കെ ഇതേപോലെ തന്നെ നമ്മുടെ ബോംബെയിലൊക്കെ പോലെ വഴി തന്നെ, അല്ലാതെ വേറെ പ്രത്യേകതയൊന്നുമില്ല. ഇവിടെ 2-3 കിട്ടുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടുന്ന് ഭക്ഷണം കഴിക്കണം, അതാണ് ഞങ്ങൾ ലക്ഷ്യം. ഞങ്ങളെ ഒട്ടും വയ്യ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇതിലെ നടന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് കയറും കേട്ടോ. ഞങ്ങൾ റൂമിൽ പോകും. 2 പേർക്കും ഭയങ്കര വയ്യാഴികയാണ്. കസാക്കിസ്ഥാനിൽ എത്തിയപ്പോൾ പോലെ ക്ലൈമറ്റ് മഴയും തണുപ്പും വെയിലും 3 കൂടി ആയില്ലേ, അപ്പൊ 3 കൂടെ ഒന്ന് 20 കിട്ടി, അങ്ങോട്ട് 20 കിട്ടി. ഇതൊക്കെ ഓരോ ബംഗ്ലാദേശികൾ, ഇന്ത്യക്കാരൊക്കെ കടകളാട്ടോ കാണുന്നത്. മീറ്റ് ഷോപ്പാട്ടോ, ആടാ ഇതെല്ലാം ആടാട്ടോ. നോക്കിയാൽ ഫ്രീസറിൻ്റെ അകത്ത് വെച്ചേക്കുന്ന സൂപ്പർ മാർക്കറ്റ് ഏത്? ഇത് ഇവിടുത്തെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റാ. ചിക്കൻ, മട്ടൺ, ഒരു സാധനം ഇവിടെ ഇല്ല, എല്ലാം പുറത്തുനിന്ന് വരണം. അതെ, എല്ലാം അങ്ങനെ തന്നെ കേട്ടോ. ആണോ? അതെ, കുറച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ അവിടെ? കുറച്ച് വിരലിലെണ്ണാന്നേ ഉണ്ടാവുള്ളൂ. ഷെല്ലിന്റെ പമ്പ് ഞങ്ങൾ അന്വേഷിച്ചപ്പം യൂറോപ്യൻ രാജ്യങ്ങൾ ഏറ്റവും എക്സ്പെൻസ് കുറഞ്ഞ രാജ്യം ഇതാ. പവർ പെട്രോളിന് 1.60, ഡീസൽ 1.63. എങ്ങനെയായിരുന്നു ആദ്യത്തെ 140 രൂപ 150 രൂപ വില വന്നു. എൻ്റെ ദൈവമേ, യൂറോപ്പിൽ കയറുമ്പോൾ ഞങ്ങളുടെ കളസം പൊളിയും. ഇതേ ക്ലിപ്പിസാറിൻ്റെ ഉള്ള പോലത്തെ വണ്ടി, വോക്സ് വാഗൻ. ഇവിടെയൊക്കെ ഷെല്ലിൻ്റെ പമ്പുകളാട്ടോ ഏറ്റവും കൂടുതൽ. അതാണ് ഈ സംഭവം. ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് നടക്കുവാണ്. ഇവിടെ 2-3 കിടിലം ഫുഡ് കിട്ടുന്ന ഏരിയ ഉണ്ട്. എന്നാലും ഞങ്ങൾ ഈ ഒരു വഴി കൂടെയൊക്കെയാണ് നടന്നു വന്നത് കേട്ടോ. ഇതാ മുടിവെട്ട് കട. എല്ലായിടത്തും ഈ കറങ്ങുന്നുണ്ടാവില്ലോടാ മുടിവെട്ട് കട എല്ലായിടത്തും. മറ്റേ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഇങ്ങനെ മുടിവെട്ടുന്ന കടയാണെന്ന് അറിയാൻ വേണ്ടിയാണ് ആ കറങ്ങുന്ന സാധനം. നല്ല യൂറോ ആയിരിക്കും കേട്ടോ അവിടെയൊക്കെ. ഇതാ ബസ് സ്റ്റാൻഡ് കേട്ടോ. വണ്ടിയൊന്നും വരുന്ന ഞാൻ കണ്ടില്ല. എനിക്ക് ഇപ്പോഴും സംശയം കേട്ടോ ഒറിജിനലാണ്. ഇത് ഒറിജിനൽ ആട്ടോ, 100% ഒറിജിനൽ. ഞങ്ങൾ അന്ന് ദുബായിൽ നിന്ന് മേടിച്ച അണ്ടർവെയർ ഇത് കറുപ്പായിരുന്നു. ഇത് വെളുപ്പ്. ഇത് കൊള്ളാം കേട്ടോ, നല്ല ഗ്യാപ്പാണ്. ഇത് അത്യാവശ്യം ഭയങ്കര ക്വാളിറ്റി ഉള്ള സാധനമാണ്. പക്ഷേ റേറ്റ് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള റേറ്റാണ്. ഇത് കണ്ടോ ആൾക്കാരൊക്കെ, ഇത് കണ്ടോ ഇതേപോലെയുള്ള കടകളിലൊക്കെ ഇരിക്കുന്നുണ്ട്. അതായത് ഈ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇതിൽ കുറേ നേരം കട ഇരിക്കും. ഇത് അരിയും സാധനങ്ങളൊക്കെ കിട്ടുന്ന കട ഇതാടാ. അരി പച്ചക്കറി അതുപോലുള്ള സാധനങ്ങൾ, ബെഡ് കിട്ട്. നമുക്കെന്ത് മേടിക്കാൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് വണ്ടി കൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് സാധനം മേടിക്കാൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അരി, മീറ്റ്. അവിടെയൊക്കെ പണിക്കുന്നൊക്കെ ബംഗ്ലാദേശികളാടാ ഇരിക്കുന്നത്. ഇത് കണ്ടോ ഇതൊക്കെ ബംഗ്ലാദേശികളൊക്കെ ആട്ടോ.
ഇവിടെ എല്ലായിടത്തും ഞങ്ങളൊരു റെഡ് ബുള്ള് മേടിക്കാണ്ട് വന്നു. ഇവിടെ എല്ലായിടത്തും അത് കണ്ടീ പുള്ളിനെ കൊണ്ട് പിന്നെ ഇത് റൊട്ടി ചപ്പാത്തി പാകിസ്ഥാൻ റൊട്ടി വലിയ ചപ്പാത്തി സാധനം 1 രൂപയേ ഉള്ളൂ ഇവിടുത്തെ 83 രൂപ ഒരു യൂറോ ആ അത്ര കുറവൊന്നുമല്ല കേട്ടോ. കടകളിലൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ ഇത് ഇനിയിപ്പോൾ തേങ്ങയൊക്കെ ഉണ്ടോ അങ്ങോട്ട് വന്ന് വെളിച്ചെണ്ണ കിട്ടും കേട്ടോ. ഞാൻ നോക്കുന്നു ഒരു എക്സ്പോർട്ടിംഗ് ലൈസൻസ് എടുത്ത് ഇങ്ങോട്ട് കുറച്ച് സാധനം കയറ്റി വിട്ടാലോ. നമ്മൾ ഇവിടെ കയറിയേ അവിടെ കയറിയപ്പോൾ നമ്മൾ ഒന്നും മേടിക്കുന്നില്ലെന്ന് അവർ വിചാരിക്കരുത്. ഞങ്ങൾ കയറി ഒരു റെഡ് ബുള്ള് വാങ്ങിച്ചു. അപ്പോൾ അവർക്കൊരു സന്തോഷമായി. എന്നിട്ട് അവിടുത്തെ ഉള്ള ഇതൊക്കെ ഞങ്ങളൊന്ന് നിരീക്ഷിച്ചു കേട്ടോ. ഇങ്ങനെ പോകുന്ന അതെ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് കുറേ ഐഡിയകൾ കിട്ടും കേട്ടോ. ഈ ഐഡിയ ആണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം. ഈ ഐഡിയ കൊണ്ട് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഐഡിയ ഈസ് എ ചേഞ്ച് യുവർ ലൈഫ് എന്നാണ് പണ്ട് ഐഡിയ പറഞ്ഞത്. പക്ഷെ ഐഡിയ പൊട്ടിപ്പോയി. ഇതുണ്ട് ഇതൊക്കെ ഇങ്ങനെ പോകുന്ന വഴിക്ക് കടകളാണ്. ചെറിയ ചെറിയ സംവിധാനങ്ങളൊക്കെ ഇനി നമ്മുടെ ഏഷ്യക്കാരുടെ കൈകളിലാട്ടോ. ചെറിയ ചെറിയ സംവിധാനങ്ങൾ ഫുള്ള് അപ്രോക്സിമേറ്റ് യൂറോപ്പൊക്കെ ഏകദേശം ഏഷ്യൻകാരം കൊണ്ട് നിറഞ്ഞു കേട്ടോ. യാഥാർത്ഥ്യം അതായത് ഇങ്ങനെയുള്ള അപ്പാർട്ട്മെൻറ്റുകളിലാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ലിവ് ചെയ്യുന്നതെന്ന് എന്തായാലും മനസ്സിലായി. ഇഷ്ടംപോലെ ആൾക്കാർ ഇതിൻ്റെ അകത്താട്ടോ. രാത്രിയൊക്കെ ഇതിൻ്റെ മുഖമേ മാറും. പിന്നെ ഇഷ്ടംപോലെ നമ്മുടെ ഏഷ്യൻ മുഖം കാണുക. ഇപ്പം തന്നെ ഇത് ഫ്രണ്ടിൽ കൂടെ നടന്നു വരുന്ന തലകുനിച്ച് വരുന്ന എന്നെ കണ്ടേ. പുള്ളിയൊക്കെ ബംഗ്ലാദേശുകാരനാട്ടോ. ഉറങ്ങി തൂങ്ങിയാണ് വരുന്നത്. ബംഗ്ലാദേശ് ആൾക്കാരാട്ടോ ഏറ്റവും കൂടുതൽ ഇവിടെ. എങ്ങനെ ഇവിടെ എത്തി? കുക്കീസ് ഡോണറ്റ് ഇതുപോലത്തെ സ്വീറ്റ് ഐറ്റംസ് ഇവിടുത്തെ ഭയങ്കര ഒരിതാട്ടോ, ഫേമസാണ്. ഇത് കണ്ടോ സ്പോർട്സ് ബൈക്കുകളൊക്കെ ഇരിക്കുന്നത്. ഇവിടെ ആൾക്കാർ ഹെൽമെറ്റൊക്കെ ഉപയോഗിക്കുന്നത് വളരെ കുറവാട്ടോ. വളരെ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറവാണ്. പോളോ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കണ്ടോ ഇതൊക്കെ ബംഗ്ലാദേശുകാരാട്ടോ. എനിക്ക് തോന്നുന്നു ഏഷ്യക്കാരിൽ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികളാണെന്ന് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ. അല്ലേ അവർക്ക് ഇവിടുത്തെ പൈസ കൺവേർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര പൈസ ആയിരിക്കും അവിടെ അല്ലേ. സത്യം കേട്ടോ. ഇവിടുത്തെ പൈസ കൊണ്ട് ബംഗ്ലാദേശിൽ നമ്മുടെ ഇന്ത്യൻ മണി തന്നെ അവിടെ കൺവേർട്ട് ചെയ്യുമ്പോൾ വലിയ പൈസയാണ്. അപ്പം ആലോചിച്ച് നോക്കി ഇവിടുത്തെ പൈസ കൊണ്ട് കൺവേർട്ട് ചെയ്യുമ്പം കോടീശ്വരന്മാരായിരിക്കും അവിടുത്തെ കോടീശ്വരന്മാർ. ഞങ്ങളെ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പം ഒരു ബിൽഡിങ് നിൽക്കുന്നുണ്ടോ. എനിക്കൊന്ന് ഇത്രയും ഭാഗം പൊളിച്ചു കളഞ്ഞ അവിടെ പിന്നെ എന്തോ പ്രത്യേകതരം കൺസ്ട്രക്ഷൻ രീതി ആട്ടോ. അങ്ങനെ ഒരു രീതി അതല്ലടാ, ഒരു കല്ലല്ല പല കല്ലുകൾ കൊണ്ടാണ് ഈ കാണുന്ന അപ്പാർട്ട്മെൻറ്റ് ഭാഗങ്ങൾ നിർമ്മിച്ചാക്കുന്നത് കേട്ടോ. മേഴ്സിഡീസിൻ്റെ ഒക്കെ വാക്മാൻ്റെ കാലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു ഏഷ്യക്കാരുടെ കടയാണ് കേട്ടോ. തക്കാളി ഇതുണ്ടോ ഇവിടുത്തെ തണ്ണിമത്തൻ്റെ വലുപ്പം നോക്കി. ഇതൊക്കെ ഒരു 15 പേര് വേണം ഇത് മേടിക്കണം. 15 പേരാണ് ഇത് മേടിക്കണത്. റൊട്ടി, ഇത് ആപ്രിക്കോട്ട്, അവക്കാഡോ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയാട്ടോ. ഇതേ എനിക്ക് തോന്നുന്നു ഈ ടൗൺ ഏരിയ ഒക്കെ ഏകദേശം കച്ചവടമൊക്കെ ഏഷ്യക്കാരുടെ കയ്യിലാണ്. ഇതൊരു ബെൻസ് നോക്കിക്കടാ, പഴയ ബെൻസ്. പഴയ അല്ലടാ ടെമ്പോ. നമ്മുടെ നാട്ടിലെ പഴയ ടെമ്പോ ഇല്ല, അതിൻ്റെ വലുതാട്ടോ. ഇതുണ്ടോ ഈ കിടക്കുന്നതൊക്കെ പഴയ വണ്ടി. ഇത് കുറേ ദിവസമായി തോന്നുന്നു കിടക്കുന്നത്, കുറേ മാസങ്ങളായി കാണും. വേറെ സംഭവം ഇതുണ്ടോ ഈ കട വരെ ഓരോ ബംഗ്ലാദേശികളുടെ ഇതുണ്ടോ. ഇത് വരെ അതെ ബംഗ്ലാദേശികൾ, ഇന്ത്യക്കാരും മലയാളികളൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾക്ക് അറിയത്തുള്ളൂ കേട്ടോ. വേറെ ഒന്നും ഞങ്ങൾക്ക് കണ്ട പരിചയം. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ കുറച്ച് ഫ്ലാഗ് മേടിച്ചുകൊണ്ട് പോകണം. അതായത് ഗ്രീസിൻ്റെ കിടിലം ഫ്ലാഗ് ഇവിടെ കുറേ സ്ഥലത്ത് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അവിടുന്ന് മേടിക്കണം. നമ്മളെങ്ങോട്ടാണ് നടക്കുന്നത്? ലിവിനെ അപ്പം മറ്റേ കട മിസ്സായി കേട്ടോ നമുക്ക്. അത് ഇവിടുത്തെ നോക്കിക്കോടാ, നീളത്തിൽ ഇവിടുത്തെ റെസിഡൻസ് ഏരിയ കിടക്കുന്ന നോക്കി. നമ്മൾ ഗൂഗിളിൻ്റെ അകത്ത് ആദ്യം നോക്കാൻ നേരത്തെ ഇങ്ങനെയാണ് കാണിക്കുന്നത്. അതെ ഇതുണ്ട് ഫുള്ള് റെസിഡൻസ് ഏരിയ കേട്ടോ. അങ്ങ് വരെ ഫുള്ള് തിങ്ങി നിറഞ്ഞ് നടക്കുന്ന ആൾക്കാർ. അത്ര ഒന്നുമില്ല, ആകെ 10 മില്യൺ ആൾക്കാരെങ്ങനെ ആകെ താമസിക്കുന്നുള്ളൂ. ഇതേ പച്ചക്കറി കട. കൊള്ളാമല്ലോ സാധനങ്ങൾ. ഇംഗ്ലീഷുകാരൊക്കെ നോക്കി കേട്ടോ ഏതാ മേടിക്കണമെന്നൊക്കെ. ഇവിടുത്തെ ചുമരുകളൊക്കെ ഇതേപോലെ നശിപ്പിച്ച് നാരണക്കലൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ഫ്ലെക്സും മറ്റേ ഈ ഓരോ പോസ്റ്ററൊക്കെ ഒട്ടിക്കുന്ന പോലെയാണ് ഇവിടെ ഫുള്ള് ഇതേപോലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വരച്ചു കോറിയിടും എല്ലാ സ്ഥലങ്ങളിലും. ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് യൂറോപ്പ്. മൊത്തം ഓൾ യൂറോപ്പ്. എന്തും ചെയ്യാം, ആർക്കും ഉത്തരവില്ലാതെ എന്തും ചെയ്യാന്നാണ് പറയുന്നത് അല്ലേ. ഇപ്പൊ ഉത്തരവില്ലാതെ ഒരു ഭിത്തി കെട്ടി. ഇത് നോക്കി ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇത് നോക്കി ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ. നമ്മൾ ഈ വരുമ്പോൾ ഒക്കെ ഇതൊക്കെയാണല്ലോ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഞങ്ങൾ ഇന്നലെ ഇവിടുന്ന് കുറച്ച് ഫുഡ് വാങ്ങിച്ചായിരുന്നു. ഇവിടെ ഒരു അപ്പച്ചനെ ഇരിക്കുന്നത്. ഇവിടെ റോസ്റ്റഡ് ചിക്കനൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഇതിന് 9 ആട്ടെ. ഇതിന് 9 യൂറോ. ഇത് ഹാഫിന് 5 തോന്നുന്നു. ഇത് 11.5. പിന്നെ വെജിറ്റബിളൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിക്കട്ടെ കേട്ടോ. കാണുന്നൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്, പക്ഷേ വിശപ്പിന് നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റുമല്ലോ. ഇതുണ്ട് ഇവിടെയൊക്കെ കടകളാണ്. ഞാൻ പറഞ്ഞിരിക്കുന്ന 3 പോർക്ക് ഇങ്ങനെ കൊല കുത്തിയിട്ടുള്ള സാധനം, പിന്നെ 2 ഷവർമ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പ്രൈസ് വേണ്ടല്ലോ. വേണ്ട, പറ്റിക്കാൻ ഇവര് ഞാൻ പറ്റിക്കുന്നതാ. നമ്മളെ പറ്റിക്കാൻ വേണ്ടി അവര് മറ്റേ ചിക്കൻ്റെ അകത്ത് ഇത് കൂടുതൽ ഇടും, ഉരുളക്കിഴങ്ങ് കൂടുതൽ ഇടും. അപ്പൊ നമ്മൾ പറയാം അലർജിയാന്ന് പറഞ്ഞാൽ അപ്പൊ ചിക്കൻ കൂടുതൽ. ഇത് ഷവർമ കേട്ടോ.
ഇവിടെ പിന്നെ ചിക്കനും കിട്ടും, പോർക്കും കിട്ടും, പിന്നെ ടർക്കിഷ് ഒക്കെ ഉണ്ട് തൊട്ടപ്പുറം. ടർക്കിഷ് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അവിടെ ഓരോ ടൈപ്പ് ഫുഡുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് പിന്നെ സാൾട്ട്, ഇതിനാ പെപ്പർ, നമ്മുടെ അവിടത്തെക്കാളും ഒരു ഷവർമ്മയ്ക്ക് 50 രൂപ കൂടുതലെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. 9, 18 ശരിയാണ്. 100 എല്ലായിടത്തും ആഷ്ട്ര ഉണ്ടാവും. നമ്മുടെ ഷവർമ്മ പ്ലേറ്റിന് എത്രയാ? എനിക്ക് അറിയത്തില്ലടാ. ആ പ്ലേറ്റിന് അത്ര ഉണ്ട് ഇവിടുത്തെ ഷവർമ്മ. ഇതൊന്ന് 120 കണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ വെച്ചിട്ടുണ്ട് 180. ഒരു കുഞ്ഞൻ കടയാട്ടോ, നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു കട കിട്ടിയാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ കോടീശ്വരന്മാരാണ്. അതെ, ഇവിടെ നമ്മള് ഡ്രസ്സൊക്കെ ഇട്ട് നാട്ടിലോട്ട് ഇൻസൈഡ് ഒക്കെ ചെയ്ത് ഷൂ ഒക്കെ ഇട്ട് പോവാ. ഈ നമ്മൾ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഈ സെയിം അപ്പാർട്ട്മെന്റ് ആൾക്കാർ താമസിക്കുന്ന ഇതുപോലത്തെ സ്ഥലങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഏതൻസ് ഭയങ്കര എക്സ്പെൻസീവാണ്. ഞങ്ങള് ഒരു കാരണവശാലും ഗ്രീസ് ഫുൾ എക്സ്പ്ലോർ ചെയ്യുകയല്ല. കാരണം നമ്മൾ വണ്ടി കൊണ്ട് ആദ്യം വന്ന് കയറുന്ന രാജ്യം തന്നെ ഗ്രീസ്, ഏതൻസ് ഈ ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ പിന്നെ വണ്ടി കൊണ്ട് വരാൻ നേരത്തെ ഒന്നും ഇല്ലാതായിപ്പോൾ പിന്നെ നമ്മൾ അടിച്ചടിച്ച് വിടേണ്ടത്. ആദ്യത്തെ കൺട്രി അടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഫുൾ അടിച്ചു വിട്ട് പരിപാടി തീർന്നു കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ നാളെ ഒരു ദിവസമുണ്ട്. നാളെ കുറച്ച് സ്ഥലങ്ങൾ ഇവിടുന്ന് പോകണം. എന്നിട്ട് ഞങ്ങൾ നാളെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോകും കേട്ടോ. ഞങ്ങൾ നേരെ ഇവിടുന്ന് ബഹ്റൈനാണ് പോകുന്നത്. ബഹ്റൈനിൽ നിന്ന് നേരെ ബാംഗ്ലൂർ. പിന്നെ നാട്ടിൽ ചെന്നിട്ട് കുറേ കാര്യങ്ങൾ ഈ യാത്രയുടെ തന്നെ ചെയ്ത് തീർക്കാണ്ട്. അമേരിക്കൻ വിസ മുതൽ കുറേ കാര്യങ്ങൾ, പിന്നെ കാനഡിയൻ വിസകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളതുകൊണ്ട് തിരക്കാണ് സത്യം പറഞ്ഞു. ഇനി അങ്ങോട്ട് ഫുൾ അല്ലടാ ഇവനെ ഫ്ലൈറ്റ് പനി. ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കിയില്ലാന്ന് പെട്ടുവാണ്. നമ്മൾ യൂസ് ആയിട്ടുള്ള നമ്മൾ രക്ഷപ്പെട്ടു. ഞങ്ങൾ വൈകിട്ടാലോ എന്നോർത്ത് ഫ്ലൈറ്റ് ഇരിക്കുവായിരുന്നു. രാവിലെയായിരുന്നു ഫ്ലൈറ്റ്. എത്ര മണിക്കൂർ ലേവർ ഉണ്ട്? 8 മണിക്കൂർ. അങ്ങനെ കിട്ടത്തുള്ളൂ. പക്ഷെ നമുക്ക് ആ മറ്റേ ഓഞ്ഞ ഫ്ലൈറ്റ് പോലെയല്ല ഇത്. അവിടെ പോയിട്ട് നമുക്ക് മാറിയൊന്നും കയറേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ദൈവം, ആരും ആ സാധനം എടുത്താക്കല്ലോ. വള്ളി ഫ്ലൈറ്റ് അത്. അതിന് വരുവാണെങ്കിൽ ചോദ്യം ചോദിച്ച് നിങ്ങളെ കൊല്ലും. വേറെ ഇതിനാണ് ഇത്ര പ്രശ്നം ഉണ്ടാവില്ല. കുറെ നേരമായിട്ട് ഈ അപ്പാർട്ട്മെന്റിൽ നോക്കിയിട്ട് ചിന്തിക്കുക, എന്തിനാ ഇവർ ഈ പച്ച സാധനം വെച്ചേക്കുന്നത്? പിന്നെ മനസ്സിലായി, വെയിലടിക്കുന്നതിന് താത്തി വെക്കുന്നുണ്ട്. ഇവർ കിടക്കുന്നിടത്ത് ഡിസ്റ്റർബ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനം വെച്ചേക്കണേ അല്ലേടാ. മോഷണം ഭയങ്കര കൂടുതലാണ്. ഇതുണ്ടോ ചങ്ങലിട്ട് ഇത് പൂട്ടി വെച്ചേക്കുന്നുണ്ട്. മോഷണം ബൈക്കെല്ലാം ചങ്ങലിട്ടിട്ട് ഇവിടെ നിർത്തുള്ളൂ. നീ ശ്രദ്ധിച്ചോ? സൈക്കിള് അത് രാത്രി വന്നാൽ ഞാൻ കുറെ കാണിച്ചു തരാം. എന്നാന്ന് വെച്ചിട്ടുണ്ട്, സൈക്കിള്, ബൈക്ക്, ഇതെല്ലാം സാധനം ഇങ്ങനെ ഓരോ ഇപ്പം കട്ടർ മെഷീനും കൊണ്ട് വരുമായിരുന്നു. കാര്യമൊന്നുമില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ കളവ് ഇവിടെയാന്ന് എനിക്ക് തോന്നുന്നത്. ആയിരിക്കാം അല്ലേ? ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം കിട്ടിയോ? അതായത് ഇതാണ് സാധനം. എന്താണ് സാധനം? അതെന്നാ സാധനം? ഇത് ഷവർമ. നിന്റെ ഏതാ? ഇത് ഷവർമ. നിനക്ക് പൊട്ടറ്റോ ഇല്ലല്ലേ? പൊട്ടറ്റോ ഇല്ല, ഞാൻ പറഞ്ഞു നേരത്തെ. ഇത് പൊട്ടറ്റോ ഉണ്ട് കേട്ടോ ഉള്ളില്. നല്ല കിട്ടില്ല പ്രൈസാണ്. കഴിക്കാൻ പറ്റുന്നുണ്ടോ? സാധനം കണ്ടിട്ട് തന്നെ കോണ് പോലെ ഇരിക്കുന്നല്ലേ? ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസം കൂടി അല്ലേ നീ ഭക്ഷണം കഴിക്കുന്നത്? സത്യം കേട്ടോ, ഇന്നലെ നീ ഭക്ഷണം കഴിച്ചില്ല. പനി പിടിച്ച് നടു ഇറങ്ങി പോവായിരുന്നു, ഒരു രക്ഷയില്ല. സത്യം കേട്ടോ, ഇന്നലെ ഭക്ഷണം കഴിച്ചില്ല. കൊള്ളാവടാ, കുഴപ്പമില്ല. മൊത്തത്തിൽ കടിക്കാ. മൊത്തത്തിൽ അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ മീശ മൊത്തം നോക്കാവും. ടിഷ്യൂ ഇല്ല. ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതിനോട് ഫ്രൈസ്, അതുപോലെ ഇതന്നെ റസ്കോ, ബ്രെഡ്. പിന്നെ ഇതിന്റെ മേളിൽ ഒഴിക്കാൻ വേണ്ടി നാരങ്ങ. ഇത്രയും വലിയ നാരങ്ങ ഇവിടുത്തെ. നാരങ്ങ ഇതാട്ടോ സാധനം. ഇത് പോർക്കിറച്ചിയാണ് ശരിക്കും. ഞാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഉപ്പും പിന്നെ എന്നാടാ, ഉപ്പും കുരുമുളകും അങ്ങനത്തെ എന്തൊക്കെ സാധനങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ നീയല്ല കഴിക്കണേ, ഞാനല്ലല്ലോ. എന്നോട് ചോദിക്കണ്ടേ? ഇത് കൊള്ളാം കേട്ടോ. ഇതാണ് ഈ ഷവർമ പോലത്തെ. ഷവർമയൊന്നും അല്ല, പേരെന്നാ എനിക്കറിയില്ല. ഇവിടെ ഷവർമ പോലൊരു സാധനം ശരിക്കും തുർക്കി റെസ്റ്റോറന്റ് ഉണ്ട് ഇവിടെ. പക്ഷെ അവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 രൂപ 8 രൂപയൊക്കെയാണ് ഇങ്ങനത്തെ സാധനങ്ങൾക്ക്. ഞാൻ ഇന്നലെ പോയി നോക്കിയതാ. എക്സ്പെൻസീവാ. ഇതിൻ്റെ അകത്ത് ചിക്കൻ, പിന്നെ ടൊമാറ്റോ, റൈസ്, ഇത്ര സാധനം വെച്ചിട്ടുള്ള ഒരു സംഭവമാണിത്. ഞങ്ങൾ ഇതിൻ്റെ ഫോട്ടോ കണ്ടിട്ടാണ് കയറിയത് കേട്ടോ. കൊള്ളാം. പ്രത്യേക ബണ്ണിൻ്റെ അകത്ത് ചിക്കനൊക്കെ ഇട്ട് മൈനസ് ഇട്ടൊരു സാധനം ഇത് അല്ലേ? ചിക്കനുണ്ട്. ചൈന പോലെ നമ്മൾ പെടൂലല്ലേ പിന്നെ കഴിക്കാൻ പറ്റുന്നുണ്ടല്ലേ? എവിടുന്നൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കാൻ കിട്ടും. ഇനി ചില്ലി ചിക്കൻ ഞാൻ എവിടെ നിന്നും ചോദിക്കോ ഇല്ല, മേടിക്കോ ഇല്ല. വെറുത്തത്. ഓഹോ, ചൈനയിൽ ഞങ്ങൾ കുറെ ഫുഡ് വെറുത്തു കേട്ടോ. ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസ് ഉളുമ്പുള്ള എന്ത് സാധനമാണെങ്കിലും ഉളുമ്പുണ്ട്. പിന്നെ വണ്ണിക്സ് ഇടാവും. നല്ല ഇത് ഫുള്ള് ചിക്കനാ. പിന്നെ നടുക്ക് സോസ്, ടൊമാറ്റോ, റൈസ്. ഇങ്ങനെയാണ് ഇതിന് 3 ലെയർ ആട്ടോ ഇത് അല്ലേ? 3 ലെയർ ആയിട്ട് നമുക്ക് തരുന്നത്. ഗൈസ്, ഞങ്ങൾ ഭക്ഷണം കഴിച്ച് നേരെ ഫ്രണ്ടിലേക്ക് നടക്കുക കേട്ടോ. അവിടെ കുറച്ച് പോയി കഴിഞ്ഞാൽ ഒരു കിട്ടുന്ന സ്ഥലമുണ്ട്. ഇതാണ് ലൊക്കേഷൻ. 6 മിനിറ്റ് 1 കിലോമീറ്റർ നടന്നാൽ മതി. അത്യാവശ്യം നടക്കണ്ടല്ലേടാ? അത്യാവശ്യം. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ
കാറിന് പോകാനോ ഗൂഗിൾ പറയുള്ളൂ. സോ ഫാസ്റ്റ് പറയുന്നത്. എയർപോർട്ടിലേക്ക് 5600 രൂപ ഇന്ത്യൻ മണി വരും കേട്ടോ. നമുക്ക് മെട്രോയ്ക്ക് പോവാം. അതാണ് ഏറ്റവും ബുദ്ധിപരമായത്. 1000 സംതിങ് ആവുള്ളൂ, 1200 രൂപ അടുത്ത്. ഇതൊക്കെ ഓരോ സാധനങ്ങൾ പൂട്ടിയിടുന്ന കേട്ടോ. ചെയിനുകൾ, ബൈക്ക് നല്ല സെക്യൂരിറ്റിയാ. അടിച്ചോണ്ട് പോകുന്നേ ഉറപ്പല്ലേ. കടയിൽ വന്നപ്പോൾ കഴുത്തലിടുന്ന മാലകൾ, കിട്ടിലൻ കൊന്ത, പിന്നെ അതേപോലെ തന്നെ സ്വർണത്തിൻ്റെ കളറുള്ള സാധനങ്ങളൊക്കെ. ആഹാ എനിക്ക് പെണ്ണുങ്ങളുടെ ഉണ്ട്, ആണുങ്ങളുടെ ഉണ്ട് കേട്ടോ. ഇത് കൊള്ളാലോടാ ലിബിനെ. എന്നാ വില എന്ന് ചോദിച്ചാലോടാ? ഓ 10 യൂറോ. 10 യൂറോ എന്ന് പറയുമ്പോൾ 830 രൂപ. ഞാൻ കയറി നോക്കട്ടെ. സാധനമുണ്ട്, അതും ബംഗ്ലാദേശിയാണ് കടക്കാരൻ. പക്ഷേ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചൊരു സാധനമുണ്ട്, അത് കിട്ടിയില്ല. എനിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് രാപ്പകരി ഉള്ളതായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വെള്ളി എടുത്തില്ല, സ്വർണ്ണം എടുത്തില്ല. സ്വർണ്ണം ഇട്ട് അവന് ചൊറിച്ചിൽ, വെള്ളി ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കളറ് പോവും. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട് ഞങ്ങൾക്ക്. കോമഡിയാണ് മൊത്തം ഞങ്ങളുടെ കാര്യം. ആഹാ ഒരു കിടിലം പള്ളി, ആഹാ ഒരു കിടിലം കത്തീഡ്രൽ കേട്ടോ. ഈ കാണുന്ന ഗ്രീസിന്റെ ഫ്ലാഗ് ഞങ്ങൾ പോകുമ്പോൾ വാങ്ങിക്കും. ഇന്ന് വാങ്ങിക്കല്ല, പോകുന്ന ദിവസം. നാളെ കഴിഞ്ഞ് പോവുകയല്ലേ. ഒരു കിടിലം ഗ്രീസ് ടൈപ്പ് കത്തീഡ്രൽ കേട്ടോ. ഇവിടെ ഏതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓർത്തഡോക്സ് ആണോ ആർ സി ആണോ ഏതാണെന്ന് അറിയത്തില്ല. നല്ല രസമുണ്ട് ഇവിടുത്തെ കത്തീഡ്രലൊക്കെ കാണാൻ വേണ്ടി. ഇവിടെ കത്തീഡ്രൽ എന്ന് പറയും, നമ്മുടെ നാട്ടിൽ പള്ളി എന്ന് പറയും. ഇതൊക്കെ യൂറോപ്യൻ യൂണിയൻ്റെ അണ്ടറിലുള്ള സംഭവങ്ങളായിരിക്കാം. അങ്ങനെ ആകാൻ സാധ്യത. എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിലെ ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു പള്ളിയാണ്. ഇവിടെ പഴയ STD ബൂത്തൊക്കെ ഇപ്പോഴും ഉണ്ടോ? വർക്കിംഗ് ഒന്നുമല്ല, വർക്കിംഗാ. പൈസ അല്ലെ കാർഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 46. ഇവിടുത്തെ വന്നപ്പം 1 മുടിയും ലോക്കൽ ബസ്. പിന്നെ വൈഫൈ ഒക്കെ ഫ്രീ ആട്ടോ ഇതിനകത്ത്. പക്ഷേ ഈ ബസ്സിനകത്ത് കയറുമ്പോൾ നോക്കണം, ഇവനെ നമുക്ക് വഴി അറിയത്തില്ലല്ലോ. ഏതെങ്കിലും ഗുദാഗതയിൽ പോയിട്ടുണ്ടെങ്കിൽ ഗൈസ് നോക്കൂ, നമ്മൾ ലൊക്കേഷൻ ഇട്ടല്ലടാ വന്നാ. ഗൈസ് നോക്കൂ, ഈ കാണുന്നൊരു ലൊക്കേഷൻ പിടിച്ചാണ് ഞങ്ങൾ പോകുന്നത്. നമുക്ക് സ്ഥലങ്ങളൊന്നും അറിയത്തില്ലല്ലോ. കാരണം ഇന്നലെ രാത്രി ഞങ്ങൾ നടന്നു കേട്ടോ. ഇന്നലെ ഞങ്ങൾ ടാക്സിയൊക്കെ ചോദിക്കാൻ നേരത്ത് വൻ പൈസയായിരുന്നു. ഈ പള്ളി പഴയ പള്ളിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നല്ല കിടിലം പള്ളി. ഇവിടെ ഉണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ. എൻ്റെ പൊന്നു ലിബിന് 5-15 മുടി വെട്ടുന്ന പൈസ. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ കാണുന്ന സ്കോഡയുടെ പിന്നെ ഇതാട്ടോ, അതായത് ടാക്സി വാഹനങ്ങളാണ് കൂടുതൽ. ഇവിടെയൊക്കെ പള്ളിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്മാരൊക്കെ ആണെങ്കിൽ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കണം കേട്ടോ. അതാണ് ATM. എല്ലാ കാർഡുകളും വർക്കാവും, പക്ഷെ ഞങ്ങൾ പൈസ എടുക്കുന്നില്ല കേട്ടോ. ഞങ്ങളെല്ലാം ക്രെഡിറ്റ് കാർഡിലുള്ള പരിപാടി. അതാണ് നല്ലത്. 2 മാസം നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ ചാർജ് ഒരു 14,000 രൂപ എക്സ്ട്രാ ചാർജ് ചെയ്തു. അടച്ചു കഴിഞ്ഞ വിഷയം പൈസ ഞങ്ങൾ അതുകൊണ്ട് പൈസ ഒന്നും എടുത്തില്ല. ഞങ്ങൾ വണ്ടി കൊണ്ട് വരുമ്പോൾ എടുക്കും കേട്ടോ. കാരണം വില്ലേജിലൊക്കെ പോകുന്ന നേരത്ത് എല്ലായിടത്തും കാർഡുകളൊന്നും കിട്ടും. നോക്കിയാൽ ലൈൻ നോക്കിയാൽ ഈ കാണുന്ന ലൈനുകളെല്ലാം ബസ്സിൻ്റെ ലൈനുകളാട്ടോ. എന്തോ ഒരു ഭീകരത തോന്നുന്നു കേട്ടോ ഇതൊക്കെ കണ്ടിട്ട്. അല്ലേടാ, അപ്പാർട്ട്മെന്റ് ഏരിയ ഒക്കെ കണ്ടിട്ട് ഒരു ഭീകരത. ബ്രസീൽ, സാവപ്പോള ആ ഒരു സെറ്റപ്പ് അല്ലടാ. അതിന് ഞാൻ നേരത്തെ പറയാൻ വേണ്ടി വന്നാണ്. ബ്രസീലിൽ നിന്ന് നീ കയറി അടിച്ചു. അത് തന്നെ ഇരട്ടകളാണോ എന്ന് ചോദിക്കുന്നതാണ്. അതേന്ന് ഞങ്ങളിങ്ങനെ സമ്മതിച്ചു കൊടുക്കും. അല്ലെന്ന് പറയാനാണെങ്കിൽ കുറേ സമയം പോകും. അതേന്ന് പറയുന്ന സമയം പോകത്തില്ല. അവർക്കും സന്തോഷവും നമുക്കും സന്തോഷവും. എന്നാലും ഞങ്ങൾ കണ്ട യൂറോപ്പ് ഇതല്ല. ഞങ്ങൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ പോലെ ഞങ്ങൾക്ക് ആകെ സംശയമാണ് ഞങ്ങളിനി പറ്റിച്ചോ എന്നുള്ളത്. പക്ഷേ ഇത് തന്നെയാണ് ഗ്രീസ്. ഞങ്ങൾ എല്ലായിടത്തും നോക്കി കേട്ടോ. ഇവിടുത്തെ ലാംഗ്വേജൊക്കെ വ്യത്യാസം കേട്ടോ. ഇതൊക്കെ കിളികളെ ഒക്കെ വിൽക്കുന്ന കടയാണ്. കിളി, പട്ടി, കോറിയൊക്കെ വിൽക്കുന്ന കടകളാണ്. പെറ്റ് ഷോപ്പായിട്ടോ. എല്ലാ വഴികളിലും ഇതേപോലെ തന്നെ ഭിക്ഷാടന പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ നടന്നു പോകുന്നതെല്ലാം ഇതേപോലുള്ള ഏരിയകളാട്ടോ. ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ഏഷ്യക്കാരെയാണ് കാണുന്നത്. ഇവരിൽ കൂടുതൽ ഏഷ്യക്കാരല്ലടാ. ഇവര് ഇവിടെ ഇല്ലേ? ഏറ്റവും കൂടുതൽ ഏഷ്യക്കാരാണ് ഞങ്ങൾ കാണുന്നുണ്ട്. ഇതിലിങ്ങനെ ഞങ്ങൾ വെച്ച് നടന്നുകൊണ്ടിരിക്കുക. അപ്രോക്സിമേറ്റ് ആകെ ഇത്രയും ദൂരം ഉള്ളൂ, 400 മീറ്റർ ഉള്ളൂ. പിന്നെ ഇതെന്തെന്നാലും പിന്നെ നോക്കിയേ, ഇത് എന്നതാ ഇത്? ചില സ്ഥലത്തൊക്കെ നോക്കാൻ ഭീകരത തോന്നുന്നു കേട്ടോ. ബിൽഡിങ്ങിനൊന്നും അത്ര സ്ട്രോങ് ഒന്നുമില്ല കേട്ടോ. വലിയ ഇതൊന്നും എനിക്ക് നോക്കിയിട്ട് കാണുന്നില്ല. രാത്രിയിൽ പോകുന്നത് ശരിക്കും പേടിയാണ്. വഴി ഫുൾ ഇതേപോലെ ആൾക്കാരിങ്ങനെ ഇരിക്കും കേട്ടോ. ഈ കാണുന്ന ഇതിലാണ് ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോണേ. ഇവിടുത്തെ ഒരു പള്ളിയിലച്ഛനെ ഞങ്ങൾ കണ്ടു കേട്ടോ. ഇതാണ് ഇവിടുത്തെ പള്ളിയിലച്ഛൻ. എനിക്ക് ഏകദേശം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഗ്രീക്കിലൊക്കെ ഈ ഒരു രീതിയിലുള്ള പള്ളിയിലച്ഛന്മാരാട്ടോ കൂടുതൽ. അല്ലേടാ പള്ളിയല്ലേ? ഗ്രീക്ക് ഓർത്തഡോക്സ് ആയിരുന്നോ? അതെ കേട്ടോ, അങ്ങനെ എനിക്ക് തോന്നുന്നത്. റയറായിട്ട് ഇവരൊക്കെ കാണത്തുള്ളൂ. ഇവിടെയൊക്കെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കും കേട്ടോ.
ഇതുണ്ടോ എന്താകുമ്പോൾ ഗൈസ് ഇവിടെയൊക്കെ എന്താ കൺസ്ട്രക്ഷൻ നടക്കുക. ഇവിടുന്ന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കിടക്കാൻ നേരത്ത് എപ്പോഴും സൂക്ഷിക്കണം. വാഹനങ്ങൾ ചറവറ വരും കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് പോകാനുണ്ട് കേട്ടോ ഫ്രണ്ടിലേക്ക്. ഇതിന് കുറച്ചും കൂടെ ഉള്ളേ. ഈ കാണുന്ന ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ഒരു പഴക്കം നമുക്ക് ശരിക്കും മനസ്സിലാവും. ഇതുകൊണ്ടോ ബോംബെയിലൊക്കെ ഉള്ള പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇതുകൊണ്ടോ ഇതൊക്കെ ഉണ്ടായിട്ടാണോ ഇവന്മാർ ഇവിടുന്ന് അവിടെ വന്നിട്ട് ഈ കീച്ചുന്നത്? അതന്നെ നമ്മൾ ഭയങ്കര സെറ്റപ്പാണ്. ഉണ്ടല്ലോ യൂറോപ്പ് വേറെ ലെവലാണ്. പക്ഷെ നമ്മൾ ഈ ഒരു ഭാഗമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. മറ്റൊരു ഭാഗം എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും നമുക്ക് വെയിറ്റ്. അയ്യോ സോറി, നമ്മുടെ സിഗ്നൽ പോവാ. നമ്മുടെ സിഗ്നൽ വന്നു കേട്ടോ. ഇവിടുന്ന് നേരെ ഫ്രണ്ടിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇവിടുത്തെ സൈഡ് സീൻ കാണിക്കുന്ന ബസ്. അതിൻ്റെ അകത്ത് നല്ല സീനാണ് കേട്ടോ. നല്ല സൈഡ് സീനാണ്, അടിപൊളി. ഇതെല്ലാം ടൂറിസ്റ്റ് പ്ലേസിൽ ഈ ബസ്സിൽ കൊണ്ടുപോകും. അങ്ങനെയുള്ള സെറ്റപ്പ് ആയിരിക്കും. ഇതിനെന്തോ പാക്കേജ് ഉണ്ട്. നമുക്ക് നാളെ ട്രൈ ചെയ്ത് നോക്കാം. നാളെ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഇത് കൊള്ളാലോ. എല്ലാവരും നല്ല സീനറികളാണല്ലോ. വളരെ നല്ല സീൻ. ഇഷ്ടപ്പെട്ടു ഈ ബസ്. നമുക്ക് ഉണ്ടായാലോ. നല്ല ഓട്ടോ ആയിരിക്കും കേരളത്തിൽ കൊണ്ടായാലും. ഇതാണ് സംഭവം. ഇതൊരു മ്യൂസിയം കേട്ടോ. ഞങ്ങൾ നിന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മ്യൂസിയമാണ്. ഇവിടെ എങ്ങനെയാണെന്നുള്ള എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. നമുക്ക് നേരെ കയറി ചെല്ലാട്ടോ. വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും DJ പാർട്ടി അതുപോലുള്ള സംവിധാനങ്ങളൊക്കെയാണ് നൈറ്റിൽ ഏറ്റവും കൂടുതൽ. പാർട്ടി ലൈഫാണ് ഇവിടെ മൊത്തം, അല്ലേടാ? പാർട്ടി എന്ന് വെച്ചാൽ രാത്രി ഓണാവും, രാവിലെ അങ്ങ് അവസാനിക്കും. ഇതാണ് മ്യൂസിയം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇവിടെയൊക്കെ എന്താ പാർട്ടി പരിപാടിയാന്ന് തോന്നുന്നു. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? അങ്ങോട്ട് ഞാൻ നോക്കൂല. ഇതേ ഇവിടെ നിന്നാണ് നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറേണ്ടത്. ഇവിടെ എല്ലാം ഗ്രീസിന്. ഇവിടെ എങ്ങാനോ ഇന്നലെ നമ്മൾ വന്ന് ഇറങ്ങിയത്. മണ്ടത്തരം പറ്റിയ കേട്ടോ. ഇതേ ഇവിടുന്ന് ഈ ബസ് കിട്ടും. ഈ ബസ് എല്ലാ സ്ഥലങ്ങളിലേക്കും കണക്ടിവിറ്റിയാ. ഈ റൗണ്ടിലോട്ടുള്ള 5 സ്ഥലം അല്ലേ? 5-6 സ്ഥലത്തെ കണക്ടിവിറ്റി. അതാണ് സംഭവം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറട്ടെ എങ്ങനെയാണെന്നുള്ള അറിയത്തില്ല കേട്ടോ. ഗൈസ് ഇവിടുത്തെ ഈ ശില്പമൊക്കെ ഉണ്ടല്ലോ, പഴയ ശില്പങ്ങളാട്ടോ. ഇതൊരു നഗ്നതയാണല്ലോ, അല്ലേടാ? നഗ്നതയാ. 2 ശില്പത്തിനും നഗ്നതയാണ് കേട്ടോ. ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറട്ടെ. ഞങ്ങൾ അങ്ങനെ ഈ കാണുന്ന ടൂറിസ്റ്റ് പ്ലേസിൻ്റെ ഉള്ളിലെത്തി. ഇവിടെ നമുക്ക് എന്ത് ചിത്രമൊക്കെ എടുക്കാം. ഞാൻ ചോദിച്ചു. ഇവിടെ ഉണ്ടല്ലോ ഫ്ലാഷ് അടിക്കരുത്. ഒരാൾക്ക് 12 യൂറോയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ 24 യൂറോ കൊടുത്തു. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി. ഇത് പഴയ ഇവരുടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ആട്ടോ. പാത്രം, കുടം, കലം, നല്ല സംഭവങ്ങളാണ്. കൊള്ളാലടാ. എൻ്റെ കയ്യിലെ വള പോയിട്ടോ. അത് തിരിച്ചിടുമ്പോൾ തരാമെന്ന് പറഞ്ഞു. എൻ്റെ വള 2 പോയി. അത് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. ഭയങ്കര ചെക്കിങ് ആയിരുന്നു കേട്ടോ. ഇതൊരു പഴയ കാലത്ത് ഉപയോഗിച്ച പാത്രങ്ങൾ അതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇഷ്ടംപോലെ സെക്യൂരിറ്റീസ് ആട്ടോ. ഇവിടെ ഒരു മെയിൻ മ്യൂസിയം കേട്ടോ. ഗ്രീസിലെ ഏതൻസിലുള്ളതാണ്. ഞങ്ങളിതൊക്കെ ഒന്ന് നടന്ന് കാണട്ടോ കേട്ടോ. ഇത് കൊള്ളാലോടാ. ഇത് ഗോൾഡാന്ന് തോന്നുന്നു കേട്ടോടാ. ഇതെല്ലാം ഗോൾഡാണ്. ഇതൊക്കെ ചെറിയ അന്നത്തെ ചെറിയ ഓർണമെന്റ്സ് ആണ്. ഇവരെ സായിപ്പന്മാരൊക്കെ കോൺസെൻട്രേഷൻ ചെയ്തൊക്കെ ഇത് നോക്കുന്നതാണ്. ഭയങ്കര ഇതായിട്ട് എനിക്ക്. ഇത് പഴയ ഓർണമെന്റ്സ്. ഇത് ഗ്രീക്കില്ലേ? പഴയ ഗ്രീക്ക്. ആ ഒരു സംഭവമാട്ടോ ഇത് മൊത്തം. എനിക്ക് അങ്ങനെ തോന്നുന്നത്. അങ്ങോട്ടൊക്കെ ചെല്ലാൻ നേരം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ചൈന അല്ലേ ഇങ്ങനെ കഴുത്തിൽ ഇടുന്ന ആൾക്കാർ? തായ്ലൻഡില് ഓവറൊച്ച സംസാരിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പഴയ ഗ്രീക്ക് കാലത്തൊക്കെ ഉപയോഗിച്ച വാളുകളാട്ടോ. ഇവിടെ ഇത് ഗ്രീക്ക് ഭാഷ, ഇത് ഇംഗ്ലീഷ് കേട്ടോ. 2 ഭാഷയുണ്ട്. യുദ്ധകാലത്തൊക്കെ ഉപയോഗിച്ച സൈസ് സംഭവം തോന്നുന്നു കണ്ടിട്ട്. ആയുധങ്ങളൊക്കെ നോക്കിയേ. അത് സ്വർണ്ണമാട്ടോടാ. ഇത് അതിനാ ലിവിൻ്റെ കൂടെ എടുത്തോണ്ട് പോയിട്ടോ. ലാസ്റ്റ് നീ എന്നാ പറഞ്ഞേ? ക്യാമറ ഉണ്ടോന്ന് നോക്കിയത്. കൂട് കയറ്റി. കൂടൊന്നും ഇതിനകത്ത് കയറ്റത്. പഴയ ഗോൾഡ്. ഭയങ്കര സെറ്റപ്പായിട്ടോ. മൂല്യമുള്ള സാധനം ആയിരിക്കാം. ഭയങ്കര മൂല്യമുള്ള സാധനം. ഇതെല്ലാം ഗ്ലാസ് ആട്ടോ. ഇതെല്ലാം ഓരോ സൈസ് ടൂൾ കിറ്റ്സ് ആണ്. അതായത് പഴയ സംഭവം. കൊല്ലം പഴക്കമുള്ള വാളായിരിക്കും അല്ലേ? ഇതിൻ്റെ പിന്നെ മാപ്പുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങോ അലിവി ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അത് തന്നെ പഴയ ഗ്രീക്ക് സംവിധാനങ്ങളാണ് ഈ കാണുന്നത്. ഗ്രീക്ക് അതാണല്ലോ പിന്നെ ഗ്രീസ് ആയത്. സംഭവം എന്താണെന്ന് എനിക്ക് ഇവിടെ കിട്ടി. പഴയ രാജകൊട്ടാരത്തിൻ്റെ മാപ്പ് മേൽഭാഗമായിട്ടോ കാണുന്നത്. ഈ സായിപ്പുകൾ ഇതൊക്കെ ഇതിങ്ങനെ ചോദിച്ചു മനസ്സിലാക്കി അറിഞ്ഞ് ഒരു പ്രത്യേക സ്വഭാവമാണല്ലോ. ഇവരിത് ഇങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്ത് പഠിച്ച്. ഈ സാധനം നമ്മുടെ ഇന്ത്യ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ പഴയ രാജകൊട്ടാരമായിരിക്കും.
അങ്ങനെ വല്ല ആയിരിക്കും, അതിൻ്റെ മ്യൂസിയം എല്ലാം ആയിരിക്കും കേട്ടോ. അടുത്ത റൂമിലേക്ക് എത്തിയപ്പോൾ ഇത് മൊത്തം സ്റ്റാച്യൂസ് ആട്ടോ. ഇതെല്ലാം പഴക്കമുള്ള സ്റ്റാച്ചുകളാണ്. പലതിന് കൈയൊന്നുമില്ല. ഇത് ഈ കാണുന്നല്ലേ, ഇതൊക്കെ സ്റ്റാച്ചു അതുപോലെ സംഭവങ്ങളാണ്. പലതും നഗ്നതയാണ്, പലതും നഗ്നത അതുപോലത്തെ സംവിധാനങ്ങളൊക്കെ കേട്ടോ. ചിലതിനൊക്കെ തുണിയുള്ളൂ, ചിലതിന് തുണിയൊന്നുമില്ല കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ ഇവന് തീരുമില്ല കേട്ടോ. ഇത് കുറേ ഉണ്ട്, കുറേ നടക്കാനുണ്ട്. ആണോ? ഫുള്ള് ഗ്രീക്ക് സംവിധായ അത് തന്നെ 100% ഉറപ്പ്. തീരുമില്ല കേട്ടോ. ഇത് അങ്ങ് വരെ പോവാ. ഒന്നുമില്ലല്ലേ. അടി ഇത് പഴയ എന്തോ ഇതായിരുന്നു കൊട്ടാരം, അതിൻ്റെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇതെന്തോരെയാന്ന് നോക്കി. അടി $24 അല്ല $24 എന്ന് വെച്ചാൽ എത്രയാടാ ഇതിനെ? വലിയ പൈസയില്ലേ? ടിക്കറ്റ് ഫെയർ ഒക്കെ ഭയങ്കര കൂടുതലാണ്. യൂറോപ്പിനൊപ്പം എത്തിയിട്ടാ. എന്തായാലും ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് നന്നായി. വിഷമില്ലല്ലോ, ഒരേ പൈസയാണല്ലോ. പൈസ ഏറ്റവും മേളിൽ ഞങ്ങൾ താഴെ ഇറങ്ങി. ഇവിടെ റെസ്റ്റോറൻ്റ് ആണ്, ഇവിടെ റെസ്റ്റോറൻറ്റുകളാട്ടോ. ഞങ്ങൾ നേരെ മേളിൽ കേട്ടോ. ഇത് കുറേ കാണാനുണ്ട്, എല്ലാം കണ്ടിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ കേട്ടോ. മ്യൂസിയത്തിൽ നിന്ന് ഫൈനലി ഞങ്ങൾ ഇറങ്ങി. എൻ്റെ വള തിരിച്ചിട്ടോ. ഗൈസ് ഹിസ്റ്റോറിക്കൽ സംബന്ധമായ സംഭവമാണ്. ഞങ്ങൾ എന്തായാലും ആർക്കാ എനിക്ക് ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ ഇറങ്ങും കേട്ടോ. ഈ കാണുന്ന ഇതിലെ വേണം നമുക്ക് പോകാൻ വേണ്ടി. ഇല്ല ഇല്ല ഇല്ല, ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണോ നടന്നു പോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇന്നലെ രാത്രിയിൽ ഈ കാണുന്ന ബസ്, ഇവിടെ ഇങ്ങനെ ബസ്സുണ്ട് കേട്ടോ. അതായത് എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും കണക്ട് ചെയ്ത് ബസ്. ഇവിടെ എല്ലാം വൈകുന്നേരം മ്യൂസിക്കൽ. അതിൻ്റെ ഉള്ളിൽ 3 റൂം ക്ലോസ്ഡാടാ. അതെന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലടാ, അവിടെ എന്തോ മ്യൂസിക്കൽ ബാൻഡ് പരിപാടി, ഇതെന്തോ DJ അതുപോലത്തെ വലിയ സ്റ്റേജൊക്കെ ആയിട്ട്. ഇവിടെ മ്യൂസിക്കലാണ് ഇവിടുത്തെ മെയിൻ സംഭവം. അതായത് സംഗീതമാണ് ഇവരുടെ മെയിൻ സാഗരം. അങ്ങനെയൊക്കെ. ഈ ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ വമ്പ സംഭവമായിരുന്നു കേട്ടോ പഴയ കാലത്ത്. ഗ്രീസ് പഴയ എന്നാ പറയാ, കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല, കാരണം നിങ്ങൾക്കറിയാലോ, കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ, അതുകൊണ്ട് അതാണ് നോട്ട് ദ പോയിന്റ്. അതുകൊണ്ട് ഞങ്ങൾ പോവാ കേട്ടോ. ഇതൊക്കെ ഇഷ്ടംപോലെ പ്രാവുകളൊക്കെ ഉണ്ട്. പ്രാവ് കയ്യിൽ ഒരു പേടിയില്ലാത്ത പ്രാവ്. ഗൈസ് ഇത് കണ്ടോ, ഇതാണ് ഈ ഒരു ടൗൺ എല്ലാം. എടാ ലിവിനെ, ഇവിടെ മറ്റേ ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. ഹിന്ദി ഇല്ല കേട്ടോ, നമുക്ക് ഹിന്ദി മലയാളം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതില്ല. ഞങ്ങൾ നേരെ ഇതിലെയാണ് പോണേ. ഈ കാണുന്ന ഈ ഒരു ഔട്ടർ ലുക്ക് കണ്ടോ, ഇതാണ് മ്യൂസിയം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പം കയറി ഇറങ്ങിയത്. ഇഷ്ടംപോലെ ഇതുപോലെയുള്ള രൂപങ്ങളോ അതുപോലുള്ള സംഭവങ്ങളോ, പിന്നെ ഗ്രീസിൻ്റെ ഫ്ലാഗൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് വേണം. ഫോണൊക്കെ ഇവിടെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. നല്ല രീതിയിൽ പിടിച്ചോറി തട്ടിപ്പറി ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ നല്ല രീതിക്കുണ്ട്. നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. ഇനിയിപ്പം ഹോട്ടലിലേക്കുള്ള ലൊക്കേഷൻ ഇതിൻ്റെ അകത്ത് ഇടണം. ഇവിടുത്തെ സമയം ഇപ്പം എത്ര ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം കേട്ടോ. ഇതാണ് ഏതൻസ് ഇപ്പം 2:30. നമ്മുടെ നാട്ടിലെ സമയം ഇപ്പം 5:20, ഇവിടെ 2:50. അതായത് പുറകോട്ടാട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിലിപ്പം 39 ഡൽഹിയിൽ സെൽഷ്യസ്, ഇവിടെ 28. ആദ്യം സൂര്യന് ഉദിക്കുന്നതും പെട്ടെന്ന് അസ്തമിക്കുന്നതും ഉറപ്പാന്നോടാ? അതെ. ഞങ്ങൾ എന്തായാലും വന്ന വഴിയാട്ടോ ഇനി തിരിച്ചു പോകുന്നത്. ടാറ്റ എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ ഈ ഫയർഫോഴ്സിനൊക്കെ ബെൻസ് കേട്ടോ. എല്ലാ വാഹനങ്ങളും മേഴ്സിഡീസ് ആയിരിക്കും, എല്ലാം മേഴ്സിഡീസ് ആട്ടോ. ഇത് ഫയർഫോഴ്സിൻ്റെ സ്റ്റേഷനാണോ? അല്ലല്ല, ഇവിടെ എന്തോ പിന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുക. ഇതൊക്കെ പൊളിച്ച് കളഞ്ഞ ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുക. യോ ഗൈസ്, ഇവിടെ ബെൻസൊക്കെ ഇഷ്ടം പോലെ കേട്ടോ. വരച്ച് നശിപ്പിച്ച് കളഞ്ഞു, കള്ളപ്പെടുക. ഈ കാണുന്ന സാധനം സിട്രോൺ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ അത്ര സക്സസ് ആയില്ല, അതിന് ഭയങ്കര വിലയാണ്, വില കൂടുതലാണ് നമ്മുടെ നാട്ടിലൊക്കെ. ഇവിടെ ഉണ്ടല്ലോ എല്ലാ ഫ്ലാറ്റുകളുടെ മേളിലും കുടയുണ്ട് കേട്ടോ. കുടയും അതെ എല്ലാ വീടുകളിലും ഫ്രണ്ടിൽ മേളിൽ ഈ സാധനമുണ്ട്. ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതന്നെ ഇടിവെട്ടൊക്കെ ആയിരിക്കുള്ള സാധനമാണ് എനിക്ക് തോന്നുന്നത്. പഴയ ചാനലിൽ എടുക്കുന്ന നമ്മുടെ നാട്ടിലെ സംഭവം ഇല്ലേ, അങ്ങനത്തെ സംഭവമാണോ തോന്നുന്നു ഇവിടെ. ഇതൊക്കെ ഉണ്ടോ ഈ ബിൽഡിങ്ങിനൊക്കെ മേളിലേക്ക് നോക്കി, ഇഷ്ടം പോലെ സാധനം കാണാം കേട്ടോ. എന്ന സാധനം എന്നുള്ള എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. മഹീന്ദ്ര ഗെറ്റവേ ഇന്ത്യയുടെ ഇതേ കിടക്കുന്നു. മഹീന്ദ്രയുടെ ഗെറ്റവേ ഉണ്ട് കേട്ടോ, ചീപ്പ്. അപ്പോൾ ഇന്ത്യൻ വാഹനങ്ങൾ ഗ്രീസിലുണ്ടായിരുന്നല്ലേ, അത് ഭയങ്കര അത്ഭുതമായിപ്പോ കേട്ടോ. ഞങ്ങളിങ്ങനെ പെട്ടെന്ന് നിൽക്കാൻ നേരത്താണ് ഈ സാധനം ഫ്രണ്ടിൽ കൂടെ പോകുന്നത് കേട്ടോ. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്, ഈ വണ്ടിക്കുണ്ടല്ലോ
2 പേർക്ക് ഇരിക്കാനുള്ള സംവിധാനമുള്ളൂ നമ്മുടെ നാട്ടിൽ പിക്കപ്പ് പോലെ. ഏടാ അത് ഭയങ്കരമായി പോലെ. ഇതേ ഗ്രീസ് രജിസ്ട്രേഷൻ ആട്ടോ ഈ സാധനം. ഏടാ അപ്പോൾ ഇവിടെ മഹീന്ദ്ര ഉണ്ട് കേട്ടോ. പക്ഷെ വലിയ രീതിയിലൊന്നും വണ്ടികൾ കണ്ടില്ല, ചെറിയ രീതിയിൽ ഞങ്ങൾ കണ്ടുള്ളൂ കേട്ടോ. ലിബിനെ സ്കോർപ്പിയോയുടെ വേറെ ടൈപ്പ് M4 എഞ്ചിനാണ്. പിക്കപ്പ് എന്നാണ് അതിൻ്റെ പേര്, മഹീന്ദ്ര പിക്കപ്പ്. ഇത് കൊള്ളാലോ, മഹീന്ദ്ര പിക്കപ്പ് എന്നാട്ടോ അതിൻ്റെ പേര്. നമ്മുടെ നാട്ടിലെ സ്കോർപ്പിയോ ഇല്ലേ, പഴയ സ്കോർപ്പിയോ അതേപോലെ ഇരിക്കും. രജിസ്ട്രേഷൻ നോക്കിയാൽ ഗ്രീസ് അല്ലേ? യൂറോപ്യൻ രജിസ്ട്രേഷൻ ഉണ്ടല്ലേ കാണാൻ. ലോകരാജ്യങ്ങൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വണ്ടി വിൽക്കുന്ന മഹീന്ദ്ര എന്ന് തോന്നുന്നു. ഇത് പെട്രോൾ പമ്പാടാ. ഇത് പെട്രോൾ പമ്പ്. ഇത് പെട്രോൾ പമ്പ് വിത്ത് മെക്കാനിക്കൽ ഷോപ്പാന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ ഇതിലെ അത്യാവശ്യം നടക്കമുണ്ട് കേട്ടോ. ഇത് റെൻ്റൽ ബൈക്കാണ്, മെക്കാനിക്കലാണോ റെൻ്റൽ ബൈക്കാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ബൈക്ക് ഷോപ്പ് എന്തായാലും. ഇത് ബൈക്ക് കച്ചവടമാണോ ഇനി? അങ്ങനെ എന്തോ സംഭവം കേട്ടോ. ഇത് സെയിലാണ്. ഇവിടെ ഈ വലിയ വലിയ സ്കൂട്ടി പോലെ സാധനങ്ങളൊക്കെ ആട്ടോ വിൽക്കുന്നത്. ഇത് ഇവരുടെ ലാംഗ്വേജ് ഗ്രീക്ക് ടൈപ്പ് ലാംഗ്വേജ്. ഇതാ റഷ്യയുടെ വേറെ ടൈപ്പ് അല്ലേടാ. ഇന്ത്യ. നല്ല കാര്യം. ഗൈസ് നോക്കൂ, ഈ കാണുന്ന തായോളിയാട്ടോ, വെറും പൂരി എന്നാ പറഞ്ഞത്. ഈ കാണുന്ന കേട്ടോ നമ്മൾ നിൽക്കുന്ന ഹോട്ടല് വലിയ സെറ്റപ്പ് ഒന്നും അല്ല, എങ്കിൽ ആ പൈസക്ക് ഇവിടെ കിട്ടാവുന്നതിൽ ഇവിടെ കിട്ടാവുന്ന, അതെ ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ഹോട്ടലാട്ടോ. ഞങ്ങളെ 2 കുപ്പി വെള്ളം മേടിച്ചിട്ട് ഉള്ളിൽ കയറുന്നതായിരിക്കും ബുദ്ധി. ഇല്ല ഞങ്ങൾ പട്ടണിയായി പോട്ടോ. ഇവിടെ എന്തെങ്കിലും കുടിക്കാനും ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് പോട്ടെ. ഏജൻസിൽ ഇതേ നമ്മുടെ നാട്ടിലെ പോലെ വിളിച്ച് പറഞ്ഞുകൊണ്ട് കച്ചവടം. ഡ്രൈവർ ഇല്ല വണ്ടിയാണല്ലോ. ഉണ്ടല്ലോ, തക്കാളി അതുപോലെയുള്ള. കൊള്ളാം. ഇതൊക്കെ ലോകത്ത് എല്ലാ സ്ഥലത്തും ഉള്ള കേട്ടോ. ഇവിടെ ഇച്ചിരി സ്മാർട്ടായിട്ട് നടക്കുന്നു, നമ്മളവിടെ വേറെ രീതിയിൽ നടക്കുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്ട്രോബെറി അങ്ങനെയുള്ള സാധനങ്ങൾ കച്ചവടം ചെയ്യുന്ന കാണുന്നത്. അല്ലേ പിന്നെ ഞാൻ ഓർക്കുന്നത് എന്നാ സംഭവം എന്ന് ചോദിച്ചാല്, ഇവര് വണ്ടിയിനകത്ത് ആ ഡ്രൈവർ തന്നെ ഒരു കൈ കൊണ്ട് വിളിച്ച് ഒരു കൈ കൊണ്ട് ഓടിക്കും, കച്ചവടം ചെയ്യും കേട്ടോ. ഞങ്ങളെ നൈസായിട്ട് കടക്കട്ടെ. ഇവിടെ ഇങ്ങനെയൊന്നും കടക്കാൻ പാടില്ല, എന്നാലും അങ്ങ് കടക്കും കേട്ടോ. എനിക്ക് ഇതൊക്കെ അപ്പാർട്ട്മെൻറ്റ് ഏരിയകളാട്ടോ. എല്ലാം പഴയ വാക്ക്മാൻ്റെ കാലത്തെ വാഹനങ്ങളും ഉണ്ട് ഇവിടെ. ഏതാണോ ബൈക്ക്, ഗ്രീസിൽ അത്യാവശ്യം ആൾക്കാർ ബൈക്ക് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഏത് ബൈക്കാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. മോട്ടോ ഗുസി ഇതൊക്കെയാണ് നമ്മുടെ കമ്പനി. ഞങ്ങൾ നേരെ കയറും കേട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറേണ്ടത്. ഇതെല്ലാം അപ്പാർട്ട്മെൻറ്റ് ഏരിയകളാട്ടോ, ഫുൾ അപ്പാർട്ട്മെൻറ്റ് ഏരിയ ആണ്. നല്ല ക്ലൈമറ്റ് ആട്ടോ ഗ്രീസ്, നല്ല വെയിലാണ്. ലോബി 506 ആട്ടോ നമ്മുടെ. ചോദിക്കണ്ടേ? പുള്ളി ഫോൺ വിളിക്കുക. കൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ റൂമിലെത്തി. ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. അപ്രോക്സിമേറ്റ് കൊള്ളാം മേറ്റ്സ്. ഹൈ ഇതേ ഇതാണ് അപ്പാർട്ട്മെൻറ്റ്. ഇവിടെ നല്ല ഇങ്ങനത്തെ കാഴ്ചകളാട്ടോ ഏറ്റവും കൂടുതൽ. ഇതുപോലത്തെ ചെറിയ TV, ഈ ഒരു AC ധാരാളം കേട്ടോ. ഇതിനകത്ത് അത്യാവശ്യം ചൂടുണ്ട്. ഇതുപോലത്തെ കുറേ കാർട്ടൂൺ സംവിധാനമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എഡിറ്റിങ് കിട്ടും ഇപ്പം കിട്ടും കേട്ടോ. കൈസ് അപ്രോക്സിമേറ്റ് ഈ റൂമിന് നമുക്ക് 3000 സംതിങ് ആയിട്ടോ, 3300 അത്ര എട്ടെങ്ങാനാന്ന് എൻ്റെ വിശ്വാസം. അല്ലേടാ? നീ എവിടെ പോവാ?